എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉണക്ക നെത്തോലി തോരനാണ്. ഞാൻ ഇവിടെ ഉണക്ക നെത്തോലി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയ ടൈപ്പ് ഉണക്ക നെത്തോലിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ തലയും വാലൊന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ നെത്തോലിയ എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലയും വാലയൊക്കെ കളഞ്ഞത് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഉണക്ക നെത്തോലിയെ ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വരെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഒലച്ച് കഴുകിയെടുക്കത്തില്ലേ, ആ രീതിയിൽ നല്ലതായിട്ട് കഴുകിയെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ഇതിൽ നിന്ന് അഴുക്കിറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടൊരു 3-4 വെള്ളം നല്ലതായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ പൊടിമണ്ണൊക്കെ ഇതിൽ കാണും. അതുകൊണ്ട് നല്ലതായിട്ട് അതിനെ കഴുകി ഊറ്റി വെക്കുക കേട്ടോ. വെള്ളം പോകാനായിട്ട് ഞാൻ ഇതിനെ ഊറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കൊച്ചുള്ളിയാണ് വേണ്ടത്. ഞാൻ ഒരു 10-30 കൊച്ചുള്ളി ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അതിനെ അരിഞ്ഞ് മാറ്റി വെക്കുക. അതുപോലെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങ് ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കാന്താരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്താരി നാട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ട് വന്നതാണ്. എരിവിനനുസരിച്ചുള്ള കാന്താരി എടുക്കാവുന്നതാണ്. അതും കൂടെ ഈ ചോപ്പറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചോപ്പർ അടച്ച് വെച്ച് ജസ്റ്റ് ഇതിനൊന്ന് കറക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ രീതിയിലാണ് സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ അധികം ഇട്ട് കൊടുത്താൽ ഇതിന് ക്വാണ്ടിറ്റി അധികം കിട്ടും കേട്ടോ. അതുപോലെ ടേസ്റ്റും അധികമായിരിക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സായി കിട്ടണം, അത്ര മാത്രം മതി. ഇവിടെ ഞാൻ ഇവിടെ കറക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മീൻപുളി വെള്ളത്തിലിട്ട് വെക്കണം. മീൻപുളി ചെറുതായിട്ട് ഇതുപോലെ കീറിയെടുക്കുക. എന്നിട്ട് ഒരു വെള്ളം നല്ലതായിട്ട് കഴുകിക്കളയുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഇതിനെ കുതിരാനായിട്ട് ഇട്ട് വെക്കുക. ആവശ്യത്തിന് മീൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എടുത്ത കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതങ്ങ് ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 വലിയ സവാള ഇട്ട് കൊടുത്താൽ മതിയേ. ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതും അങ്ങ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എൻ്റെ കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഞെരടിയെടുക്കണം. കൊച്ചുള്ളി നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൊച്ചുള്ളിയൊക്കെ നല്ലതായിട്ട് ഞെരടി കിട്ടണം. നല്ലതായിട്ട് ഞെരടിയെടുക്കുക. അതുപോലെ മീൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് ഞാനാണെങ്കിൽ ചോപ്പറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചോപ്പർ കഴുകിയിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക നെത്തോലി ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് വെള്ളം അധികം വേണ്ട, കാരണം ഇത് വേവാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെക്കാം. തീ കൂട്ടിയിട്ട് ഇത് നല്ലതായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് വല്ലതും നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ പുളിയിൽ നിന്ന് നല്ലതായിട്ട് പുളി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയ ഉണക്ക നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, അതൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.